ഇതുവരെ നമ്മൾ കണ്ടത് പച്ചപ്പും ഹരിതാഭയും നിറഞ്ഞ ബാലിയും അവിടുത്തെ അമ്പലങ്ങളുമൊക്കെ അല്ലേ. ഇനി അങ്ങോട്ട് ബാലിയിലെ ബീച്ച് വൈബ് എക്സ്പ്ലോർ ചെയ്താലോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബാലിയിലെ ഏറ്റവും മനോഹരമായ ന്യൂസ പെനീഡ ഐലൻഡാണ്. ക്ലിഫ് വ്യൂ ബീച്ചസിന്റെ യഥാർത്ഥ ഭംഗി എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഒറ്റ ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്നതല്ല ഈ ഐലൻഡ്. ഞങ്ങൾ കണ്ട ന്യൂസ പെനീഡയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിൻ്റെ ഹാർബറിലെത്തി. അവിടുത്തെ അങ്കിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോട്ടിൽ നിന്നാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. രാവിലെ 7:30 ബോട്ടിനാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. നമ്മൾ ഓൾറെഡി ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവരുടെ സനൂർ പാർക്കിങ്ങിനടുത്തുള്ള അവരുടെ കമ്പനിയുടെ അവിടെ ചെന്ന് ടിക്കറ്റ് കൺവേർട്ട് ചെയ്തു. രാവിലെ അത്യാവശ്യം തിരക്കുണ്ടല്ലേ, നല്ല തിരക്കുണ്ട്. ഞങ്ങൾ വിചാരിച്ചിരുന്നു വീട് ആയതുകൊണ്ട് വലിയ തിരക്കുണ്ടാവില്ല. അങ്ങനെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു, ബോർഡിങ് കഴിഞ്ഞു. ഞങ്ങൾ നേരെ പോർട്ടിലോട്ട് എത്തി. എല്ലാവരും വരിയായിട്ട് പോവുക അല്ലേ, എങ്ങോട്ടാ ഏതാണെന്നൊന്നും അറിയില്ല. മെത്തഹാരി ടെർബറ്റ് ഏതാ നമ്മുടെ അങ്കൽ അല്ലേ, രണ്ടാമത്തെ. ക്രൂസ് 2-4 അല്ലാതെ ഇത് ഈ സൈഡ് മൊത്തം അവരുടെ ആയിരിക്കും. ഓക്കെ, ഇത് നടന്നു കഴിഞ്ഞാൽ അവര് അടുത്തത് പോക്കിടുമായിരിക്കും. നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. നേരത്തെയുള്ള എല്ലാവരും ഉണ്ടെന്നോ? കൊറേ ഇന്ത്യൻസ് ഉണ്ട് അല്ലേ, നമ്മൾ ഈ അങ്കലില് കൊറേ ഇന്ത്യൻസ് ഉണ്ട്. നമ്മൾ ന്യൂസ പെനീഡയിൽ വന്ന് ഇറങ്ങി നേരെ സ്കൂട്ടി റെൻ്റ് എടുക്കാൻ പോവാം. നമ്മൾ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ കുറേ ആൾക്കാർ നിൽക്കും. 1 ഡേ ട്രിപ്പിന് വേണ്ടിയിട്ട് പാക്കേജ് പോലെ ചോദിക്കാനും സ്കൂട്ടി തരാനും ഒക്കെ. അപ്പോൾ ഞങ്ങൾ നാളെ ഉച്ചത്തേക്ക് തിരിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഫെറി അല്ല, സ്പീഡ് ബോട്ട്. അപ്പം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് നമുക്ക് തിരിച്ചു പോകണം. ഇവിടെ തൊട്ടടുത്ത്, ഈ ഹാർബറിന് തൊട്ടടുത്ത് തന്നെയുള്ളൊരു റിസോർട്ടും ബുക്ക് ചെയ്തു. ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ നേരെ ന്യൂസ പെനീഡയാണ് വന്നത്. 2 ദിവസം, ഒരു നൈറ്റ് ഉണ്ട്, 2 ദിവസം ഉണ്ട്. അപ്പോൾ ഇന്ന് രാവിലത്തെ ഫെറിയിൽ, ഫസ്റ്റ് 7:30 ഫെറിയിൽ തന്നെ ഞങ്ങൾ സനൂർ പോർട്ടിൽ നിന്ന് ന്യൂസ പെനീഡയിൽ എത്തി. ഒരു ഓൾമോസ്റ്റ് 8:30 ആയപ്പോൾ എത്തി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റിസോർട്ടിൽ നിന്നുള്ള വ്യൂ. ഇവിടെ ഞങ്ങൾ 8:30 വന്നിട്ട് ചെക്ക് ഇൻ ചെയ്യാൻ നോക്കി. അപ്പോൾ അവർക്ക് റൂം അവൈലബിൾ ഇല്ല, ഇപ്പോൾ ഒന്നും അവൈലബിൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ബാഗൊക്കെ ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു ജസ്റ്റ് പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും അവരുടെ റൂം റെഡിയാവും. ഞങ്ങളുടെ നമ്പറൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. റൂം റെഡിയാകുമ്പോൾ അവർ ഇൻഫോം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന്. നമ്മൾ ആദ്യം എങ്ങോട്ടാണ് പോകുന്നത്? ഞങ്ങൾ ബൈക്കും റെന്റിനെടുത്തു. ന്യൂസ പെനീഡ പോർട്ടിൽ വന്ന് ഇറങ്ങി. പോർട്ടിലല്ല, ഹാർബർ. തൊട്ടടുത്ത. പക്ഷേ ഇവിടെ എത്തണമെങ്കിൽ ഇങ്ങനെ കറങ്ങി, ഇങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിക്കാന്നറിയില്ല, അതുപോലെ കറങ്ങി വരണം. അങ്ങനെ കറങ്ങി ഇവിടെ എത്തി. ബൈക്ക് റെന്റിനെടുത്തു. അപ്പോൾ ഞങ്ങൾ ബൈക്ക് റെന്റിനെടുത്ത വീഡിയോ ഒക്കെ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യാം. ഞങ്ങൾ എടുത്തത് 150cc വരുന്നൊരു ബൈക്കാണ്. ഇച്ചിരി പവർഫുള്ളായിട്ടുള്ളൊരു ബൈക്ക് എടുക്കാമെന്ന് വിചാരിച്ചെടുത്തു. അപ്പം ഞങ്ങൾക്ക് ആയത് 2 ദിവസത്തേക്ക്. പക്ഷെ നാളെ ഞങ്ങൾ രാവിലെ തന്നെ പോകും. അതായത് ഞങ്ങൾ 12 മണിക്കാണ് തിരിച്ച് ബുക്ക് ചെയ്തേക്കുന്നത്. ചെക്കൗട്ട് ചെയ്ത് അവിടെ എത്തുമ്പോൾ ഒരു സമയമാവും. 11 മണിയൊക്കെ കഴിയുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിക്കണം. അപ്പോൾ 2 ദിവസത്തേക്ക് ഞങ്ങൾക്ക് ആയത് 250 IDR ആണ്. 250K IDR അല്ലേ, 250K IDR. അത് CC കൂടുതലുള്ളത് കൊണ്ടാണ്, റേഞ്ച് ഉണ്ട്. അപ്പോൾ അങ്ങനെ അത് രണ്ടും സെറ്റായി, ബൈക്കും റൂമും സെറ്റായി. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് വരാമെന്ന് വിചാരിക്കണം. ആദ്യം തന്നെ നമ്മൾ അട്ടോഹ അല്ലെങ്കിൽ ഡയമണ്ട് ബീച്ച് പോകുന്നു. ആദ്യം എവിടെയാണ് പോകുന്നത്? അട്ടോഹ അല്ലെങ്കിൽ 1000 ഐലൻഡ് അല്ലെങ്കിൽ ഇത് 3 ഇപ്പം നമ്മൾ കറങ്ങിയിട്ട് വരാമെന്നാണ്. ഓക്കെ, നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്, ഒരു രക്ഷയില്ല. അതെ, നല്ല ചൂടാണ്. പക്ഷെ വ്യൂ അടിപൊളി കേട്ടോ. അങ്ങനെ
വീണ്ടും റൈഡിങ്ങിലാണ്. ജസ്റ്റ് ബൈക്ക് എടുത്ത് റിസോർട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ എങ്ങോട്ട് ആദ്യം പോണേ? ആദ്യം അക്വാ ബീച്ച്. അക്വാ ബീച്ച്. രാഹുൽ ജസ്റ്റ് ഫുള്ള് വേർത്ത് തലയൊക്കെ നനഞ്ഞ്. അപ്പോൾ രാഹുലിന് കാറ്റടിച്ച് മുടിയൊക്കെ ഉണങ്ങണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഹെൽമെറ്റ് വെച്ചേക്കുന്നത് അല്ലേ? അല്ലാതെ നിനക്ക് വെയിലുള്ളതായിരിക്കാൻ വേണ്ടി. എനിക്ക് വെയിലുള്ളതാണ്ടിരിക്കുന്നത്. വെയിലുണ്ട്, പക്ഷെ ഈ റൂട്ടൊക്കെ നല്ല റൂട്ട്. നമ്മുടെ നാട്ടിൽ ശരിക്കും എനിക്ക് രാഹുൽ അതാ പറഞ്ഞ ട്രിവാൻഡ്രത്തൊക്കെ കുറച്ച് ഉള്ളിലോട്ടൊക്കെ പോകുന്ന ആ റോഡ് റൈഡറാന്നേ ഉള്ളൂ. ബാക്കിയൊന്നും അറിയില്ല അല്ലേ? ഒന്നും കാണുന്നില്ല എത്ര വെയിലിന്റെ ഇടയ്ക്ക്. കണ്ണാടി കിട്ടിയത് തന്നെ. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് അല്ലായിരുന്നു. 1 മണിക്കൂറുണ്ട്. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്താൻ തന്നെ 1 hour എടുക്കും. നല്ല നല്ല ബ്ലൂ. അങ്ങോട്ട് ബ്ലൂ, ഇങ്ങോട്ടൊരു ടർക്കോയിസ് കളറുമാണ്. വേറെ തന്നെ കളർ കുറവുള്ളത്. നമ്മുടെ മറ്റേ ഇതിന്റെ ഫ്രണ്ടിൽ ഇതുപോലെയാണ്. നമ്മളുടെ റിസോർട്ടിന്റെ ഫ്രണ്ടിൽ അവിടെ ഫ്രണ്ടില്ല. അതിന്റെ അടുത്തൊരു അമ്പലം പോലെ നടക്കാൻ പറ്റും. മൂസാപ്പള്ളിയുടെ കുറേ ദൂരമായിട്ട് ഞങ്ങളിങ്ങനെ ബീച്ചിന്റെ സൈഡിൽ കൂടെയാണ് വരുന്നത്. നാട്ടിലെ പോലത്തെ കുഞ്ഞു റോഡല്ലേ? ഇന്ത്യ അല്ലാതെ കേരളം അല്ലാതെ തിരുവനന്തപുരം അല്ലാതെ രാജ്യത്ത് വണ്ടി ഓടിച്ചു. പിന്നെ എല്ലായിടത്തും ഇതുപോലെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ക്ലിഫ് വ്യൂ ആ വരുന്നത്. കഫേസ് ഒക്കെ ഉണ്ട്. അടിപൊളി കഫേസ് ചില്ലെന്നൊക്കെ പറഞ്ഞിട്ട്. ചില്ലൊക്കെ ക്ലബ്ബാ. അവിടെ ഒന്നും ഇപ്പോഴൊന്നും ആൾക്കാരൊന്നും ഇല്ല അല്ലേ? എല്ലാം കാലിയായിട്ട് കിടക്കാം. വൈകിട്ടൊക്കെ ആവും ഫുള്ള് വൈബായിരിക്കും. നല്ലത് ഒരു ദിവസം വന്ന് നിന്ന് എല്ലാം കറങ്ങി കണ്ട്. ഇപ്പൊ നമ്മള് പോകുന്ന വെസ്റ്റ് അല്ലേ? വെസ്റ്റ് സൈഡ്, ന്യൂസാപ്പലിയുടെ വെസ്റ്റ് സൈഡ് പോയിട്ട് ഡയമണ്ട് ബീച്ച്, എന്താണ് അട്ടുവ ബീച്ച്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ദിവസം കവർ ചെയ്യാന്ന് വെച്ചാൽ. കാരണം അത് ദൂരെയാണ്. ഓൾമോസ്റ്റ് ഒരു 1 hour റൈഡ് 1 hour റൈഡ് ചെയ്താലാണ് അവിടെ എത്തുന്നത്. എന്ത് രസമല്ലേ? ഈ ഡേ ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ അവർ ഓടിച്ചിട്ട് കാണിക്കും. നമുക്ക് ടൈം കിട്ടില്ല. ഒരു 5 മിനിറ്റ് അവർ മറ്റേ ഫോട്ടോ എടുക്കുക എന്നുള്ള ഉദ്ദേശമാണ്. 5 മിനിറ്റ് അവിടെ ഫോട്ടോ എടുക്കുക, തിരിച്ചു പോവാ. അടുത്ത ലൊക്കേഷനിൽ കൊണ്ടുപോകും, ഫോട്ടോ എടുക്കുക, തിരിച്ചു പോവാ. നമുക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാനുള്ള സമയമൊന്നും കാണില്ല. ഒരു ബീച്ച് അവർ ഇറങ്ങാനും എൻജോയ് ചെയ്യാനും. ഇത് നല്ല പച്ചപ്പും നല്ല നല്ല പച്ചപ്പ്, നല്ല ഹൈറ്റിലാ. നല്ല ഹൈറ്റിലാ. അതാ ചുമ്മാ ഇവര് അല്ലല്ല. മേ ബി ഏതെങ്കിലും ഹോട്ടലിന്റെ അവര് നല്ല ഇവിടത്തെ ആൾക്കാരുടെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുക. നല്ല രസമുണ്ട്. പാടുവിട്ടാണെങ്കിലും കേറുന്നുണ്ട്. 150 എടുത്ത നന്നായിരുന്നു. അതെ, മറ്റേതായിരുന്നെങ്കിൽ ഇപ്പൊ നല്ലത് തുറക്കുന്നുണ്ട്. ഇങ്ങനെ ഞങ്ങൾ അട്ടുഹ ബീച്ച് എത്താറായല്ലേ? നല്ലൊരു ക്ലിഫ് വ്യൂ ഉണ്ട്. ഇപ്പൊ കാണുന്നില്ല. താഴത്തോട്ടാണ് എത്തേണ്ടതെന്ന് തോന്നുന്നത്. നമുക്ക് അങ്ങോട്ടാ പോകണ്ടെന്ന്. ഇത് അത്യാവശ്യം നല്ല ബേസിന്റെ അടുത്ത് എത്തിയില്ല. ഈ മരവും ഇതൊന്നും കാണുമല്ലോ. ഇനി ഒരു ഇറക്കമാണെന്ന് തോന്നുന്നു കേട്ടോ മൊത്തത്തിൽ. ബീച്ച് ബ്രേക്കൊക്കെ പറഞ്ഞ് തീരുമല്ലോ.
പാർക്കിംഗ് ആ? ഇവിടെ പാർക്ക് ഇവിടെ ചെയ്യണം. ആ ഓക്കെ. No problem. I am police traditional. ഓക്കെ ഓക്കെ യു ആർ പോലീസ് Police traditional in Bali. ഓ പോലീസ് ട്രഡീഷണൽ. No problem. സീ യു ഓക്കെ സീ യു. ഓക്കെ ഓക്കെ യാ Yeah. അറ്റു ബീച്ച്. ഓക്കെ 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 അങ്ങനെ ഞങ്ങൾ അട്ടുവ ബീച്ച് എത്തി. അപ്പോൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് പാർക്കിങ്ങിൽ കൊടുത്തു. അപ്പോൾ പാർക്കിംഗ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് നടക്കാനുണ്ട്, ഒരു 5-10 മിനിറ്റ് നടക്കാനുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുറച്ചൊരു ക്ലിഫ് ഇങ്ങനെ കയറ്റമുണ്ട്, സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് ക്രിസ്റ്റൽ ബേ ബീച്ചിലെത്താം. അല്ല ഡയമണ്ട് ബീച്ചിലെത്താം. അപ്പം ഞങ്ങളിവിടെ പാർക്കിങ്ങിൽ കൊടുത്തപ്പോഴത്തേക്കും ആ പാർക്കിങ്ങിൽ നിൽക്കുന്ന പുള്ളി പറഞ്ഞു പോലീസുകാരനാണ്, ട്രഡീഷണൽ പോലീസ് അങ്ങനെ. അതാണ് ഇവിടുത്തെ ആൾക്കാർ. കണ്ട് എന്ത് ഭംഗിയല്ലേ. അമ്മോ വ്യൂ നോക്ക്, പൊളി. ഇതിൽ കാണാൻ പറ്റുമോ? അമ്പോ എന്റെ പൊന്നോ, നീ ഇവിടെ നോക്ക്. ഒരു രക്ഷയില്ലാത്ത വ്യൂ അല്ലേ. സ്റ്റെപ്സ് കുറച്ചധികം ഉണ്ട്, നമ്മൾ സൂക്ഷിച്ചൊക്കെ ഇറങ്ങണം. ഭയങ്കര റിസ്കി സ്റ്റെപ്സാണ്, പക്ഷെ എന്നാലും വ്യൂ ഒരു രക്ഷയില്ല. അതിനുള്ള വ്യൂ ഉണ്ടല്ലേ? അതെ, അതിനുള്ള വ്യൂ എന്തായാലും ഉണ്ട്. അതെ, ഇതിപ്പോൾ ഇറങ്ങാൻ വലിയ പ്രശ്നമില്ലല്ലേ, എങ്ങനെയെങ്കിലുമൊക്കെ ഇറങ്ങാം. അധികം അറിയാൻ പറ്റില്ല നമുക്ക് അത്രയും. ഓ ഇത് ഭയങ്കര ഹെവി സ്റ്റെപ്സാ കേട്ടോ. ഓ വ്യൂ രക്ഷയില്ല. ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങിക്കും, ഇപ്പുറത്ത് പിന്നെ ഹൈറ്റ് കുറവാണ്, അറിയില്ല. ഇത് ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഇവിടെ കാണുന്ന ഈ സ്റ്റെപ്പ് വഴി ഇങ്ങനെ കയറി പോകണം മേലോട്ട്. ആ പാർക്കിങ്ങിൽ ആ പുള്ളി നമ്മളുടെ ബൈക്ക് ഇവിടെ നിന്ന്, നമ്മൾ അട്ടൂഹ ബീച്ചിലാവുന്നത്, അട്ടൂഹയിൽ നിന്ന് ക്രിസ്റ്റൽ ബീച്ചിലോട്ട്, ക്രിസ്റ്റൽ ബീച്ചിൻ്റെ പാർക്കിങ്ങിൽ പുള്ളി ഡയമണ്ട് ബീച്ചിൻ്റെ പാർക്കിങ്ങിലോട്ട് പുള്ളി നമ്മളുടെ ബൈക്ക് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ സ്റ്റെപ്സ് ഇറങ്ങി അട്ടൂഹ ബീച്ചിൽ ചെന്നിട്ട് നമുക്ക് പുള്ളി അവിടെ വന്ന് നമ്മളെ മീറ്റ് ചെയ്യും, അട്ടൂഹ ബീച്ചിൽ മീറ്റ് ചെയ്യും അല്ലേ. മീറ്റ് ചെയ്തിട്ട് വീണ്ടും കയറി ഇറങ്ങേണ്ടി വന്നേനെ. അപ്പം ഇത് നമുക്ക് അട്ടൂഹ ബീച്ച് കഴിഞ്ഞ് ഡയമണ്ടും ബീച്ചും കഴിഞ്ഞ് നേരെ പാർക്കിങ്ങിൽ പോയാൽ ഇവിടുത്തെ പാർക്കിങ്ങിൽ വെച്ച് നമ്മുടെ ബൈക്ക് അവിടെ വരും അല്ലേ. ഈ സ്റ്റെപ്സ് കുഴപ്പമില്ല, നേരത്തെ കുറച്ച് വലിയ സ്റ്റെപ്സ് ആയിരുന്നു. ഓ എന്താ വ്യൂ അല്ലേ. ഇതാണ് അട്ടുവ ബീച്ച്. ഹായ്. ഓ 2-3 പേർക്കുണ്ട് ഡ്രോപ്പ്. ഞങ്ങളുടെ കീ മേടിച്ചോണ്ട് പോയ പുള്ളി ഇതേ അവിടെ നിന്ന് വരുന്നുണ്ട്. ഒരാൾക്ക് കീ കൊടുത്തിട്ട് ഇതേ അടുത്ത് അന്വേഷിച്ച് വരിക പുള്ളി. വലിയ ഇല്ല, കണ്ടില്ല. പുള്ളി കടലിലൊക്കെ നോക്കുന്നുണ്ട് എവിടെയെങ്കിലും ഉണ്ടാവും. ഹായ്. വാങ്ങിച്ചു 150K. അട്ടൂഹ ബീച്ചൊക്കെ കണ്ട് കുറച്ച് നേരം ചില്ല് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച്
കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് എങ്ങോട്ടാണ് പോകുന്നത്? ഡയമണ്ട് ബീച്ചിലോട്ട് പോവാണ്. അയ്യോ, ബാലികേലം കേറാമല കയറണമല്ലോ ദൈവമേ. അവിടെയാണ് ആ ഒരു മല മൊത്തം കയറണം. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അധികം തിരക്കൊന്നുമില്ല, എല്ലാവരും പോയി തുടങ്ങിയില്ലേ. നട്ടുച്ച നേരമായി. ഞങ്ങൾ ഇതൊക്കെ വെയിലടിച്ച് കരിമട്ടിയായി. ഇനി അങ്ങോട്ട് മറ്റേ എവിടെയെങ്കിലും കൊണ്ടങ്ങ് കിടക്കുക മതി. ഫുള്ള് സ്റ്റോൺസ് ആട്ടോ, നല്ല ഭംഗിയുണ്ട്. എനിക്കൊരവസരം കിട്ടിയിരുന്നെങ്കിൽ ഞാനിതെല്ലാം പറക്കിയെടുത്തിട്ട് പോയേനെ. കോറൽസ്, ആ സൈഡിലോട്ട് കുറച്ച് കോറൽസും ഒക്കെ ഉണ്ടായിരുന്നു. റെഡ് കളറിലെ കോറലൊക്കെ വീഴുന്നുണ്ട്. റെഡ് കളറിലെ കോറലൊക്കെ കിടക്കുന്നുണ്ടായിരുന്നേ. ഞാനൊരു കുഞ്ഞി കഷ്ണം കോറൽ കണ്ടപ്പോൾ എടുത്ത് ബാഗിലിട്ട് 2-3 ദിവസമെങ്കിലും 2-3 ദിവസം ബാഗ് കിടക്കട്ടെ എന്ന് വിചാരിച്ചല്ലേ. രാഹുൽ എന്നെ കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞു ഫ്ലൈറ്റിൽ, കോറൽ കൊണ്ടുപോവുകയാണെങ്കിൽ. അപ്പൊ ടാറ്റ ടുഹ ബീച്ച് അല്ലേ. എന്തത്, ഞങ്ങൾ കയറട്ടെ സേഫായിട്ട് അല്ലേ. ടാറ്റാ. കുറച്ച് റിസ്കി ആണ്. അയ്യോടാ, നോക്ക് താഴോട്ട്. ഓ, തിളങ്ങുന്നല്ലേ. ഓ, എന്താ വ്യൂ. കിതയ്ക്കുന്നു. അയ്യോ, കിതച്ച്. എവിടെ രാവിലെ? ഓക്കെ. ടുഹ ബീച്ചിൽ നിന്ന് കയറി, സ്റ്റെപ്പ് കയറി ഇപ്പുറത്തെ എത്തിയപ്പോൾ ഡയമണ്ട് ബീച്ച് എത്തി. നിങ്ങൾ ആ പാറതെ ഡയമണ്ടിൻ്റെ ഷേപ്പിൽ നിൽക്കുന്നല്ലേ. ഡയമണ്ട് ബീച്ച് നമ്മൾ ഇറങ്ങുന്നില്ല, ഇറങ്ങുന്ന സ്റ്റെപ്പ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചിട്ട് ചിന്തിക്കുന്നില്ല. താഴെ എവിടെയുണ്ട് റിസ്ക് എന്ന് എഴുതിയിട്ടുണ്ട്. രാഹുല് മറ്റേ വെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ച്. അതെ, ഞാനും ക്ഷീണിച്ച്. കുറച്ചു മുന്നേ വരെ മറ്റേ ചുമന്നൊക്കെ ഇരിക്കുമായിരുന്നു. ഇപ്പോഴാണ് ഒരു മെനയെങ്കിലും. എന്നാലും ഒരു സമാധാനമായി. മുഖത്തൊരു കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയപ്പോഴാണെന്ന് സെറ്റായത്. അപ്പം ഞങ്ങൾ റൂമിൽ മീൻസ് ഹോട്ടലിൽ തിരിച്ചെത്തിയപ്പോഴത്തേക്കും ബീച്ചൊക്കെ കണ്ട് ഹോട്ടലിൽ തിരിച്ചെത്തിയപ്പോൾ റൂമെല്ലാം സെറ്റായി. ഞങ്ങളുടെ സാധനങ്ങൾ വരെ അവരെല്ലാം കൊണ്ട് റെഡിയാക്കി ഇവിടെ വെച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. ജസ്റ്റ് ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു ലെഫ്റ്റ് സൈഡിലൊരു വാഷ്റൂം, ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റായ വാഷ്റൂം, അടിപൊളി വാഷ്റൂം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് ഉണ്ട്, ചെറിയൊരു സ്റ്റോറേജ്. പിന്നെ ദേ ഇവിടെ അവർ നമ്മുടെ ബാഗും ഞങ്ങൾ ഇട്ടുകൊണ്ട് വന്ന, ഞങ്ങൾ ഷൂ ഇട്ടിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് പോയപ്പോൾ ബീച്ചിലോട്ട് പോയപ്പോൾ സ്ലിപ്പറൊക്കെ ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ അവർ ഷൂവും എല്ലാം ഇവിടെ തന്നെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു. ദേ ഒരു അടിപൊളി ബെഡ്. എനിക്ക് വ്യൂ ആണ് ഇഷ്ടപ്പെട്ടത്. ഇവിടെ ഒരു ചെറിയൊരു ടേബിളും പിന്നെ ഇതൊക്കെ വ്യൂ കാണിച്ചു തരാം. ഞങ്ങൾ സീ വ്യൂ റൂമാണ് എടുത്തത്. അപ്പോൾ ഇവിടെ ബാൽക്കണിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അടിപൊളി വ്യൂ. കൊള്ളാമല്ലേ? പക്ഷേ എക്സിലിരുന്നിട്ട് സീ വ്യൂ കാണുന്നതായിരിക്കും നല്ലത്. അതെ, പുറത്തിറങ്ങി കാണണ്ടാന്നില്ല. അയ്യോ, ചൂടൊരു രക്ഷയില്ല. ചൂടെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബൈക്കിലൊക്കെ വന്നപ്പോഴൊന്നും കുഴപ്പമില്ലായിരുന്നല്ലേ. കൊണ്ടിയെല്ലാമേ പോച്ച്. ബൈക്കിൽ കുറേ നാളായില്ലേ ബൈക്കിലൊക്കെ ഇരുന്നിട്ട്. 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു. അങ്ങോട്ടൊരു മണിക്കൂർ, ഇങ്ങോട്ടൊരു മണിക്കൂർ അല്ലേ. 1.5 മണിക്കൂറൊന്നും അല്ല, ആദ്യം കൂടുതലെടുത്തു. നമ്മൾ ഓരോ സ്ഥലത്തൊക്കെ നിർത്തി ഞങ്ങൾ കുറേ റെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് വന്നത്. കാരണം ഒറ്റ സ്ട്രെച്ചിന് ബൈക്കിൽ അങ്ങനെ ഇരുന്ന് വരാൻ പറ്റില്ലല്ലോ. കാറിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ഓ, അത് റെസ്റ്റോറൻ്റ് ആണോ? അതേ അപ്പൂപ്പന്താടി ഒഴിഞ്ഞു പോണൊക്കെ. അത് മറ്റേ സ്ലൈഡൊക്കെ കണ്ട, സ്ലൈഡൊക്കെ വെച്ച് അങ്ങോട്ട് ചാടാം. കുഞ്ഞൊരു സെറ്റപ്പ്.
ശരിയാണോ? പാക്കേജ് എടുത്ത് കഴിഞ്ഞാൽ അവിടെ പോകാൻ പറ്റുമോ? ഓ പാക്കേജ് അവിടെ ഉണ്ടല്ലേ, അതും റെസ്റ്റോറൻ്റ് ആണോ? ആ കാണുന്നത് റെസ്റ്റോറൻ്റ് ആണോ? അതും ആ ഒരു ഷിപ്പ് പോലെ കിടക്കുന്നുണ്ട്, അങ്ങനത്തെ എന്തോ. കാരണം അതിന്റെ അപ്പുറത്തായിട്ട് വാട്ടർ പാർക്ക് പോലെ എന്തൊക്കെയോ. അതാണ് നമ്മൾ വന്ന പോർട്ട്, ഈ ഇങ്ങനെ നീളത്തിൽ കാണുന്ന. ഞങ്ങൾ അവിടെയാ വന്നിറങ്ങി. പക്ഷെ അവിടെ നിന്ന് ഇവിടെ എത്താൻ വേണ്ടി 20 മിനിറ്റ് മുകളിലെടുത്തല്ലേ ബൈക്കിൽ? 20 അല്ല, അതിൽ കൂടുതൽ എടുത്തു. കറങ്ങി 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 കറങ്ങി. നമ്മളെ ഹാപ്പി ഹവേഴ്സ് തീരുന്നതിന് മുമ്പ് എന്നാ പോയാലോ? ഞങ്ങളൊന്ന് ഫ്രഷായിട്ട് റെസ്റ്റോറൻറ്റിൽ പോട്ടെ. അവിടെ ഹാപ്പി അവേഴ്സ് ഒക്കെ ഉണ്ടെന്ന് എന്താണെന്നൊന്ന് പോയി നോക്കിയിട്ട് വരാം. പിന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. എനിക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണമെന്നുണ്ട്. സ്വിമ്മിംഗ് ഡ്രസ്സ് ബീച്ചിലോട്ട് ഇറങ്ങാൻ ഡയറക്റ്റ് ബീച്ച് ആക്സസ് ഉണ്ട്. ബീച്ചും കുഴപ്പമില്ലായിരുന്നു, നല്ല കുഴപ്പമില്ലാന്ന് തോന്നുന്നു. വെള്ളമൊക്കെ നോക്കാം, അത്യാവശ്യം നോക്കാം. ബീച്ച് ഡ്രസ്സും ഒക്കെ എടുത്തിട്ട് പോവാം. ഇറങ്ങാൻ കുഴപ്പമില്ല, നല്ല ബീച്ചാണെങ്കിൽ നമുക്ക് അവിടെ കൂടി ഇറങ്ങിയിട്ട് വരാം. ഹാപ്പി അവേഴ്സ് തീരുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് റെസ്റ്റോറൻറ്റിൽ എത്താൻ പറ്റി. ഞങ്ങളുടെ ആ റൂമിൽ നിന്ന് ജസ്റ്റ് 2-3 സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ തന്നെ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ വന്നു, 2 ഡ്രിങ്ക്സ് ഒക്കെ ഓർഡർ ചെയ്തു, 2 സ്നാക്സ് ഓർഡർ ചെയ്തു. പക്ഷേ ഞങ്ങൾ ഇന്ന് ബീച്ചിൽ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലൊന്നും ഇന്ന് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞ് വന്നതാണ്. ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഫ്രഷായി ഡ്രസ്സൊക്കെ ചെയ്ത് വന്നതാണ്. പക്ഷേ ഇവിടെ വന്ന് വ്യൂ ഒക്കെ കണ്ടപ്പോൾ ഒരു രക്ഷയില്ലല്ലേ. സ്വിമ്മിംഗ് പൂള് വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂളും സീ വ്യൂവും ഓഷൻ വ്യൂ വിത്ത് മൗണ്ട് അഗുങ്ങിൻ്റെ ഒരു വ്യൂവും നമുക്കുണ്ട്. അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് പിന്നെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാതിരിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഓർഡർ ചെയ്ത സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേഗം പോയി കോസ്റ്റ്യൂം ചേഞ്ച് ഒന്നുകൂടി കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് സ്വിമ്മിങ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ട് നമുക്ക് പൂളിൽ കിടന്ന് ഓർഡർ ചെയ്യാം ഇനി ഫുഡൊക്കെ. അപ്പം അത്രേ ഉള്ളൂ. ഇനി ഞങ്ങൾ പൂളിലൊക്കെ ഇറങ്ങുവാണെങ്കിൽ പറ്റിയാൽ വീഡിയോ എടുക്കാം അല്ലേ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ എടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, സ്വിമ്മിംഗ് പൂളിലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണല്ലോ സെറ്റായിട്ട് വൈകിട്ട് പോയത്. പക്ഷെ റൂമിൽ പോയപ്പോൾ ഞങ്ങൾ AC ഒക്കെ കൊണ്ട് പിന്നെ റെസ്റ്റ് എടുത്തു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിക്കാം, കുറച്ച് റെസ്റ്റ് എടുക്കാം. കാരണം ഇന്ന് ഫുള്ള് ഡ്രൈവ് ആയിരുന്നു. പിന്നെ ആ സ്റ്റെപ്പൊക്കെ കയറി ഫുള്ള് ടയർഡായി. ഇന്നലെ മൊത്തം ഇതായിരുന്നു. അപ്പോൾ പിന്നെ റെസ്റ്റ് എടുത്ത് നാളെ രാവിലെ ഉണ്ടല്ലോ അപ്പോൾ സ്വിമ്മിങ് ചെയ്യാൻ. അപ്പം നാളെ രാവിലെ പിന്നെന്താ, അപ്പം ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വന്നു. ഡിന്നറിന്റെ സ്പെഷ്യൽ എന്താണ്? രാവിലെ സ്പെഷ്യൽ എന്താണ്? എന്റെ ഡിന്നർ ഞാനിന്ന് സ്പെഷ്യലാണ്, ബട്ടൂട്ടുമാണ്, ചിക്കൻ ബട്ടൂട്ടു. കഴിഞ്ഞ ദിവസം ഡക്ക് ബട്ടൂട്ടു കഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ചിക്കൻ ബട്ടൂട്ടു കണ്ടപ്പോൾ ചിക്കൻ ബട്ടൂട്ടു കഴിക്കാന്ന് പറഞ്ഞു. ഇങ്ങനെ ചിക്കൻ ബട്ടൂട്ടു കഴിച്ചു. ഇതാണ് അല്ല ചിക്കൻ ബട്ടൂട്ടു. ചിക്കൻ എന്തോ കഴിഞ്ഞ ദിവസം ഡക്ക് ബട്ടൂട്ടു, അത് നല്ലതായിരുന്നു. ഇതും നല്ലതായിരിക്കും എന്ന് വിചാരിക്കണം. ഇത് സംബാളാണെന്ന് പറഞ്ഞു. ഇത് ഭയങ്കര സ്പൈസിയാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കണം. പക്ഷെ സൂക്ഷിച്ച്, അവർ വിചാരിച്ചു നമുക്ക് സ്പൈസി പറ്റില്ലായിരിക്കും എന്ന് പറഞ്ഞത്. അതായത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഭയങ്കര സ്പൈസിയാന്ന് പറഞ്ഞു. പിന്നെ ഇത് രാഹുലിന്റെ മീൻ കോര, ഒന്നുമില്ല, നൂഡിൽസ്. ഇവിടെ 2-3 ചിക്കൻ സ്റ്റാർട്ടർ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കഴിച്ചു. പിന്നെ പ്രോൺസ്, ഇത് പിക്കിള്.
എനിക്ക് വേറൊന്നുമില്ല, എനിക്ക് റൈസും ചിക്കനും സംഭാലും കുറച്ച് സാലഡ്. അത്ര ഇതൊരു മോക്ടെയിൽ മേടിച്ചത്, ഒരു സുഖമില്ല, ഫുള്ള് സിറപ്പ് തന്നെ, ഒരു ടേസ്റ്റും ഇല്ല. ഞങ്ങൾ കഴിഞ്ഞ റിസോർട്ടിൽ നിന്നപ്പോൾ അവിടെ ഫുള്ള് ഫ്രഷ് ജ്യൂസിൻ്റെ ആയിരുന്നു എല്ലാം, കോക്ടെയിൽസ് എല്ലാം. കോക്ടെയിൽ ഇല്ല, മോക്ടെയിൽസ് അല്ലേ, മോക്ടെയിൽസ് എല്ലാം ഫ്രഷ് ജ്യൂസിൻ്റെ ആയിരുന്നു. നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ അവിടെ മിക്സി ഓൺ ചെയ്യുന്ന സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ അല്ലേ, ഫുഡ് കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാം. ഇനിയിപ്പം നാളെ അല്ലേ, ഇനി ഞങ്ങള് നാളെ രാവിലെ എവിടെ പോകുന്നത്? കെലിംഗിങ് ബീച്ച്. നാളെ രാവിലെ കെലിംഗിങ് ബീച്ചിൽ പോകാൻ പ്ലാൻ ഉണ്ട്. അപ്പം ഇനി നാളെ കാണാം.